ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഒപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നടന്ന PSC പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾ ഞെട്ടിയ പോലൊക്കെ തന്നെ പരീക്ഷാ ഹാളിലും പലരും ചിരിയോടെ അറ്റൻഡ് ചെയ്ത ഒരു പരീക്ഷയായിരുന്നു ഇത്. ഇപ്പോഴും കുട്ടികൾ പരീക്ഷയെക്കുറിച്ച് അറിയാതെ, പരീക്ഷയുടെ സിലബസ് മനസ്സിലാക്കാതെ, എന്തിനാണെന്ന് പോലും അറിയാതെ പോയി പരീക്ഷ എഴുതുന്നു എന്നുള്ളതാണ് എന്നെ ഞെട്ടിച്ച സംഭവം. ഞങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ ഒരുപാട് പേര് വന്ന് പരീക്ഷ എഴുതി. ഇതിൽ എത്ര പേർക്ക് തമിഴ് വായിക്കാൻ അറിയാം എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല എന്നായിരിക്കും ഒരുപക്ഷെ ഉത്തരം. പക്ഷേ PSC പരീക്ഷയാണ്, പോകുന്നു, എഴുതുന്നു. ഈ രീതി മാറ്റണം. നിങ്ങളൊരു ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ LD ക്ലർക്ക് LGS പരീക്ഷ വരും. അതുവരെ തുടർച്ചയായ പഠനം, എല്ലാ ദിവസവും പഠിക്കണം, എല്ലാ ദിവസവും അന്നന്നത്തെ പത്രവാർത്തകൾ വായിക്കണം. ഇത് കൂടാതെ തന്നെ നിങ്ങൾ ഡെയിലി വരുന്ന 5 കണക്ക് ചോദ്യങ്ങൾ, അങ്ങനെ കുറേയേറെ വസ്തുതകൾ എല്ലാ ദിവസവും പഠിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കൂ. ആദ്യത്തെ 10 കണക്ക് ചോദ്യങ്ങൾ തമിഴിൽ, മൊത്തം 40 ചോദ്യങ്ങൾ തമിഴ് ഭാഷയിലാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. എത്ര അറിയാവുന്നവനാണെങ്കിലും ഉത്തരം എഴുതാൻ അറിയത്തില്ല, വായിച്ചെങ്കിലല്ല ഉത്തരം എഴുതാൻ സാധിക്കൂ. അതിനുശേഷം 40 ചോദ്യങ്ങൾ സയൻസും GKയും കൂടെ മിക്സ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. എല്ലാം സിമ്പിളായ ചോദ്യങ്ങളായിരുന്നു. മനുഷ്യ ശരീരത്തിലെ യുവത്വ ഹോർമോൺ തൈമോസിൻ, അങ്ങനെ വളരെ സിമ്പിളായ സയൻസ് GK ക്വസ്റ്റ്യൻസ്. അതിനുശേഷം 10 മലയാളം ചോദ്യങ്ങൾ, അതിനുശേഷം 20 മലയാളം ചോദ്യങ്ങൾ, 20 ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ഇതായിരുന്നു ചോദ്യപേപ്പറിൻ്റെ പാറ്റേൺ. ഈ ചോദ്യപേപ്പർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ഗ്രൂപ്പിലും കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഇനിയുള്ള പരീക്ഷയ്ക്ക് ലക്ഷ്യം വെച്ച് പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഏത് പരീക്ഷ PSC നടത്തിയാലും നമ്മളുടെ സിലബസിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു LDC 10ാം ക്ലാസ് ലെവൽ ആ സിലബസിൽ നിന്നുകൊണ്ട് വരുന്ന ചോദ്യങ്ങൾ എപ്പോഴും വിലയിരുത്തി പഠിച്ച് അതിൻ്റെ അനുബന്ധ വസ്തുതകളും കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായിരിക്കും. അപ്പോൾ വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.